ശ്രീ കെ പി നൗഷാദിനെ ഞാൻ നോക്കുമായിരുന്നു. ഇവിടെ 1949 നവംബർ 30 ഓർഗനൈസർ ഇങ്ങനെ പറയുന്നുണ്ട്: മനൂസ് ലോസ് വെയർ റിട്ടൺ ലോങ് ബിഫോർ ലിക്കർഗസ് ഓഫ് സ്പാർട്ട ഓർ സോളൺ ഓഫ് പേർഷ്യ ബട്ട് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ പണ്ഡിറ്റ്സ് ദാറ്റ് മീൻസ് നത്തിങ് എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് മനുസ്മൃതി ഭരണഘടനയാക്കണം എന്ന എഡിറ്റോറിയൽ ഭാഗം ഞാൻ വായിച്ചാണ്. താങ്കൾ പറഞ്ഞ് പൂർത്തിയാക്കുക കെ പി നൗഷാദി. ഇവിടെ ഞാൻ 2020 നമുക്ക് വരാം. ആഗസ്റ്റ് മാസത്തിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന വേളയിൽ RSSന്റെ സർസംഘ് ചാലക് നടത്തിയ ശ്ലോകത്തിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ പറഞ്ഞാൽ, ഫ്രം എ ഫസ്റ്റ് ബോൺ ഇൻ ദാറ്റ് കൺട്രി ലെറ്റ് ആൾ ദ മെൻ ഓൺ എർത്ത് ലേൺ ദർ ഡ്യൂട്ടീസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം ആ ശ്ലോകത്തിന്റെ. ഇത്തരമൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം തന്നെ ആരംഭിച്ചത്. ഇത് മുഴുവൻ ശിരസിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണനും, ഭുജത്തിൽ നിന്ന് ജനിച്ച ക്ഷത്രിയനും, തുടയിൽ നിന്ന് ജനിച്ച വൈശ്യനും, അതുപോലെ പാദത്തിൽ നിന്ന് ജനിച്ച ശൂദ്രനും, അതിന്റെ വർണ്ണാശ്രമ വ്യവസ്ഥിതിയും അതിന്റെ വിവിധ തരത്തിലുള്ള ഹയറാർക്കിയും പാട്രിയാർക്കൽ പ്രിവിലേജുകളും ഒക്കെ അന്തർലീനമായിട്ടുള്ള വലിയൊരു സിദ്ധാന്തത്തിന്റെ ആഹ്ലാദാതിരേഖങ്ങളാണ്. അതിൽ അഭിരമിക്കുന്ന ആളുകളാണ് ഇവർ അത്തരത്തിലൊരു ദിശയിലേക്ക് ഈ രാജ്യത്തെ അനൌദ്യോഗികമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, രോഹിത് വെമുല സംഭവത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തെ ഉന്നത പഠന കലാലയങ്ങളിൽ നിന്ന്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദളിത് വിദ്യാർത്ഥികളുടെ എണ്ണം 150% ഉയർന്നിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ ദളിത് അട്രോസിറ്റിയെ ഒഴിവാക്കാനുള്ള BJPയുടെ വിഫല ശ്രമം പറഞ്ഞല്ലോ, അതിനോടൊപ്പം ചേർത്ത് വായിക്കണം. UGCയിലെ മുഴുവൻ ദളിത് ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനും ദളിത് റിസർവേഷനുകൾ ഒഴിവാക്കാനും ഒക്കെയുള്ള ഇവരുടെ വിഫല ശ്രമം കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സമ്പൂർണമായിട്ട് ദളിത് വിരുദ്ധമായ, ദളിതനും ചണ്ടാലനും ഒക്കെ ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കണമെന്നും രാത്രി മാത്രം ഇറങ്ങിയാൽ മതി എന്നൊക്കെ കൽപ്പിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെയും പുസ്തകത്തിന്റെയും പ്രചാരകരിൽ നിന്ന് ഈ രാജ്യത്തെ ദളിതൻ ഒരു കഴഞ്ചു പോലും നീതി പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ടാണ് 1929 BR അംബേദ്കർ പരസ്യമായിട്ട് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് തന്റെ പ്രതിഷേധ കൊടുങ്കാറ്റിന് തുടക്കമിട്ടത്. അപ്പോ ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. രാഷ്ട്രീയവും ചരിത്രവും അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യങ്ങളാണ്. അതിന് ഇവിടെ വന്ന് വെറുതെ നിഷേധിച്ചിട്ട് ഈ നിമിഷത്തിൽ എസ്കേപ്പ് ആവുക എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പില്ല എന്ന് എന്റെ സ്നേഹിതൻ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ഈ മുഖം മൂടി അനാവൃതമായിരിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പരസ്യമായി പറയുന്ന സ്ഥാനാർത്ഥികൾ കുഴികുത്തി കഞ്ഞി കൊടുത്തതിന്റെ ഗൃഹാതുരത്വം അയവിറക്കുന്ന BJP നേതാക്കള് ഇവരൊക്കെയാണ് കേരളത്തിൽ വിജയമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ. അവരോട് സമം ചേരുന്ന ഒരു നിലപാടാണ് BJPയുടെ ആ നോട്ടീസിലൂടെ പുറത്തായിട്ടുള്ളത്. ഞാൻ കാര്യം പറയട്ടെ ഹാഷ്മി, ഇവിടെ സ്ത്രീകളെ ഒന്നടങ്കം ശൂദ്രരായി സങ്കല്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് മനുസ്മൃതി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് തൊട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വരെ ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരയായിട്ട് പോലും നമ്മുടെ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതികളിൽ എത്ര ദളിത് ജഡ്ജിമാരുണ്ട് എന്ന് നമുക്ക് കണക്കെടുക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ, സംസ്ഥാന മന്ത്രിസഭകളിലൊക്കെ എത്ര ദളിത് ജഡ്ജിമാരുണ്ട്. IAS, IPS, IFS, IRS തലങ്ങളിൽ ദളിതരുണ്ട് എന്ന് കണക്കെടുക്കേണ്ടത് കുറച്ചുകൂടി വലിയ ചർച്ചയാണ്. അത് കുറച്ചുകൂടി വിശാലമായ വലിയ ചർച്ചയാണ്. അങ്ങനെ കണക്കെടുത്താൽ നൈരാശ്യത്തിന്റെ ഫലമാകും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ കണക്കുകൾ പുറത്തു വന്നപ്പോൾ പോലും ബീഹാറിൽ നിന്ന് മാത്രം വന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണെങ്കിൽ രാജ്യം മൊത്തം നോക്കിയാൽ പരമദയനീയമായ കണക്കാണ് പുറത്ത്. ഒരു തർക്കം അക്കാര്യത്തിൽ